ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ബൈബാക്കിന്റെ ഇൻട്രോ, ബൈബാക്ക് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 68ലെ കണ്ടീഷൻസും നോക്കി. ഈ വീഡിയോയിൽ നമ്മൾ ബൈബാക്കിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കാം. ജേർണൽ എൻട്രീസും അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് വരുന്നത് എന്നുള്ളത്. ഈ ബൈബാക്കിന് നമുക്ക് സോഴ്സ് ഉണ്ട്. ഒന്ന് ഫ്രീ റിസർവ്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം, അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. അപ്പൊ ഈ സോഴ്സ് അനുസരിച്ച് ജേർണൽ എൻട്രീസിൽ ചില വ്യത്യാസം വരും. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആകുമ്പോൾ എന്താണ് വരിക, അതേ നമ്മൾ ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം എന്നാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ എന്താണ് വ്യത്യാസം. ഞാനിവിടെ ഒരു ഇലുസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ജേർണൽ എൻട്രീസ് പഠിക്കാം. നമ്മൾ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 crore ആണ്. ആൻഡ് അതായത് 20 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each, 20 ലക്ഷം ഇക്വിറ്റി ഷെയറും ഫേസ് വാല്യൂ 10 rupees. ജനറൽ റിസർവ് 50 lakhs ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ് 30 lakhs ഉണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം 25 lakh. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 20 lakh. കമ്പനി എന്ത് ചെയ്തു, 5 lakh ഷെയർസ്, 5 ലക്ഷം ഷെയർ ഔട്ട് ഓഫ് 20 lakhല് 5 ലക്ഷം ഷെയർ 15 രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അതിന് വേണ്ട ബോർഡ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തു. അതിന് ബൈബാക്കിന്റെ പർപ്പസിന് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് 35 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അതിന്റെ ബുക്ക് വാല്യൂ 40 ലക്ഷം. സോ ഇതാണ് നമ്മുടെ സിനാരിയോ. അപ്പൊ ഇതില് നമുക്ക് ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തൊന്നും പറയുന്നില്ല. അപ്പൊ ബൈബാക്ക് എവിടുന്നാണ് നടക്കുന്നത്? ഔട്ട് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്നാണ് നമ്മൾ ഈ കേസിൽ ബൈബാക്ക് നടത്തണം. അപ്പൊ നമ്മൾ ഈ പ്രോഫിറ്റിന്റെ കേസിൽ കണ്ടീഷൻസ് പഠിച്ചിരുന്നു. ബൈബാക്ക് നടത്തുന്നത് നമ്മൾ പ്രോഫിറ്റ് എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, എത്ര ഷെയർ ആണോ പ്രോഫിറ്റ് എന്ന് ബൈബാക്ക് ചെയ്യണം, അതിന്റെ നോമിനൽ വാല്യൂ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ആ കാര്യം നമ്മൾ ഓർക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ബൈബാക്ക് നടക്കുന്ന എന്തിലാണ്? പ്രോഫിറ്റ് എന്നാണ്, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ല. പ്രോഫിറ്റ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബൈബാക്കിന് എലിജിബിൾ ആയ പ്രോഫിറ്റ്? ഫ്രീ റിസർവ്. ഫ്രീ റിസർവ് പറയുമ്പോൾ നമ്മുടെ ജനറൽ റിസർവും P&L അക്കൗണ്ട്, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ബൈബാക്കിന് വേണ്ടി ഉപയോഗിക്കാം. ഫ്രീ റിസർവ്സ്, ഇത് രണ്ടും എന്താ? ഫ്രീ റിസർവ്സ് ആണ്. റിസർവ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, അതിനെ ഉപയോഗിക്കാൻ നമുക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റീസ് പ്രീമിയം ഫ്രീ റിസർവ് ആണോ? അല്ല. പക്ഷെ സെക്ഷൻ 68 പ്രകാരം എന്താ, സെക്യൂരിറ്റീസ് പ്രീമിയം ബൈബാക്കിന് ഉപയോഗിക്കാൻ എലിജിബിൾ ആണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവോ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് പറഞ്ഞാൽ ഒരു കമ്പനി ഫ്യൂച്ചറിൽ അവരുടെ ഡ്യൂ ഡേറ്റ് വരുമ്പോൾ, ഡിബഞ്ചർ മെച്യൂരിറ്റി ഡേറ്റ് വരുമ്പോൾ റിഡീം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പൊ തന്നെ എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്നതാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇതൊരു ഫ്രീ റിസർവ് അല്ല, ഇത് ബൈബാക്കിന് എലിജിബിൾ അല്ല, ഇത് നമുക്ക് ബൈബാക്കിന് ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന 5 ലക്ഷം ഷെയർസ് ആണ്. ആൻഡ് ബൈബാക്ക് ചെയ്യുന്ന എമൗണ്ട് എന്താ? 15 രൂപ, 10 രൂപയല്ലേ ഷെയറിന്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബൈബാക്ക് പ്രൈസ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിനെ നമ്മൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയും അല്ലെ. അതുപോലെ ഈ ഷെയർ നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്ന പ്രൈസിനെയാണ് ബൈബാക്ക് പ്രൈസ്. ഇത് ജനറലി ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാ? നമ്മൾ പണ്ട് 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത സാധനം ഇപ്പൊ തിരിച്ച് 10 രൂപ കൊടുക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വാങ്ങിക്കില്ല. ഒന്നാമത് ഇൻഫ്ലേഷൻ, അന്നത്തെ 10 രൂപയല്ല ഇന്നത്തെ 10 രൂപയുടെ പർച്ചേസിംഗ് പവർ അല്ലെ. 20 കൊല്ലം മുമ്പുള്ള 1 ലക്ഷം രൂപയുടെ വാല്യൂ അല്ല ഇന്നുള്ള 1 ലക്ഷത്തിന്റെ വാല്യൂ. അപ്പൊ ഇൻഫ്ലേഷന്റെ എലമെന്റ് ഉണ്ട്. അതുകൂടാതെ പൊതുവെ ഈ ബൈബാക്ക് നടത്തുന്ന കമ്പനി എപ്പോഴായിരിക്കും ബൈബാക്ക് നടത്തുക? അവരുടെ കയ്യിൽ സർപ്ലസ് ക്യാഷ് ഉള്ളപ്പോൾ. ഒരു ലോജിക് ആലോചിച്ചാൽ മതി. നമ്മുടെ തന്നെ കാശ് ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കാശ് കൊടുത്ത് ഉള്ള ഷെയർ തിരിച്ച്, അല്ലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ തിരിച്ച് വാങ്ങിക്കണം? നമ്മുടെ കാശില്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യാനോ കടം വാങ്ങിക്കാനോ മറ്റേ നോക്കുക. അപ്പൊ ഒരു കമ്പനിക്ക് സർപ്ലസ് പ്രോഫിറ്റ്സ് ഉണ്ട്, ആൻഡ് ആ പ്രോഫിറ്റ് അവർക്ക് വേറെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ജനറലി ആ സമയത്താണ് ഒരു കമ്പനി ബൈബാക്കിന് പോവുക. അപ്പൊ ഹൈലി പ്രോഫിറ്റബിൾ ആയ ഒരു കമ്പനിയുടെ ഷെയർ ആരും വിൽക്കാൻ താല്പര്യപ്പെടില്ല. അപ്പൊ അവരെ വിൽക്കാൻ ഇൻഡ്യൂസ് ചെയ്യാൻ, അവരെ വിൽക്കാനായിട്ട് പ്രേരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസെന്റീവ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവർ ആ ഷെയർ എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത് ആ എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഇത് 15 ആവാം, 20 ആവാം, 30 ആവാം. ഞാനൊരു എക്സാമ്പിൾ എന്ത് ചെയ്തു, 15 രൂപ എന്ന് വെച്ചു. ഇതിനെ നമ്മൾ പറയുന്നവരാണ് ബൈബാക്ക് പ്രൈസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 5 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടത് അത് കമ്പനിക്ക് ലോസ് ആണ്. ബട്ട് കമ്പനി ആ ലോസ് വില്ലിംഗ് ആണ്. അല്ലെങ്കിൽ എന്താണ്, ഷെയർ ആരും തിരിച്ച് വെക്കില്ല. ഇനി ഈ ബൈബാക്കിന് വേണ്ടി കമ്പനി 35 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ട് കണ്ടെത്തി. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ആക്ച്വൽ വാല്യൂ എത്ര? 40 ലക്ഷം രൂപ. അപ്പൊ നമ്മൾ 5 ലക്ഷം രൂപ നഷ്ടത്തിലാണ് ഇൻവെസ്റ്റ്മെന്റ് വിറ്റത്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നത്? നമ്മൾ ബൈബാക്ക് നടത്താൻ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ നടത്തുന്നില്ല, പക്ഷെ നമ്മുടെ ഈ ലാഭം ഉണ്ടല്ലോ,
ലാഭം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇൻവെസ്റ്റ്മെന്റ് വെക്കേണ്ടത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ ലാഭം ഉണ്ടെങ്കിൽ എപ്പോഴും ഈ ലാഭം ക്യാഷ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ നാട്ടിൽ കാണുമ്പോൾ ഇയാൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അംബാനി റിച്ച് ആണ്, അംബാനിയുടെ ആസ്തി 1 ലക്ഷം കോടിയാണ്. ഈ 1 ലക്ഷം കോടിയും ബാങ്ക് ബാലൻസ് ആയിട്ട് ഉണ്ടാവില്ല, അത് പല അസറ്റിലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതേപോലെ ഈ കമ്പനിക്ക് ഇതിപ്പോ 50, 30, 80, 25, 1 കോടി 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്, ഇത് ബാങ്ക് ബാലൻസ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല, ഇത് വേറെ പല അസറ്റുകളിലായിട്ട് ഇൻവെസ്റ്റഡ് ആയി കിടക്കും. അപ്പൊ നമുക്ക് തന്നെ കാശ് കിട്ടിയാൽ നമ്മൾ ആ കാശ് എന്ത് ചെയ്യും? ലാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ വീടായിട്ടോ വല്ല വെഹിക്കിൾ ആയിട്ടോ മറ്റോ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് എപ്പോഴും ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല, വേറെ അസറ്റിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആവാം. പക്ഷെ നമുക്ക് ഷെയർ ഹോൾഡർക്ക് ഷെയർ വാങ്ങിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണമെങ്കിൽ ക്യാഷ് തന്നെ കൊടുക്കണം. അപ്പൊ ആ കാശ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും അസറ്റിനെ ലിക്വിഡേറ്റ് ചെയ്യും, അതായത് ലിക്വിഡ് ഫോം ആക്കും, അതിനെ വിറ്റിട്ട് ക്യാഷ് കണ്ടെത്തും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റിന് വെക്കുന്നത്. അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, നമ്മൾ എന്തിനാ വീണ്ടും ഇൻവെസ്റ്റ്മെന്റിന് വെക്കുന്നത്? ഈ പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റിലും മെഷീനറിയിലും ലാൻഡിലും ബിൽഡിങ്ങിലൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കിടക്കുന്നുണ്ടാവും. ബാങ്ക് ബാലൻസിൽ തന്നെ നമ്മുടെ മൊത്തം പ്രോഫിറ്റും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ തന്നെ ന്യൂസിൽ കാണാണ് SBI അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും TCSോ ഇൻഫോസിസിന്റെയോ മറ്റേ പ്രോഫിറ്റ് 6000 കോടിയാണ് പറഞ്ഞാൽ ഈ 6000 കോടിയും അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ടുള്ള എല്ലാ ലാഭവും ബാങ്ക് ബാലൻസ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല, അത് പല അസറ്റിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ക്യാഷ് ആയിട്ട് ഷെയർ ഹോൾഡർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും അസറ്റ് വിറ്റ് ക്യാഷ് ആയി കൺവേർട്ട് ചെയ്യും. നമുക്ക് ഇതിന്റെ ജേർണൽ എൻട്രീസിലേക്ക് നോക്കാം. അപ്പൊ ആദ്യം ആരാണ് നമ്മൾക്ക് ഈ കമ്പനിയുടെ പേര് ABC ലിമിറ്റഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇൻ ദി ബുക്സ് ഓഫ് ABC ലിമിറ്റഡ് അല്ലേ, ജേർണൽ. അപ്പൊ ബൈബാക്ക് നടത്തുമ്പോൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് കാശ് പോവും ആൻഡ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കുറയും. എത്ര ഷെയർ ആണോ നമ്മൾ വാങ്ങിക്കുന്നത് ടു ദാറ്റ് എക്സ്റ്റെന്റ് എന്താവും? ഷെയർ ക്യാപിറ്റൽ കുറയും. ഷെയർ ക്യാപിറ്റൽ എന്താ? ലൈബിലിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യും. എത്ര ഷെയർ വാങ്ങിക്കുന്നത്? 5 lakh shares into 10, അതായത് 50 ലക്ഷം രൂപ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യും അല്ലേ. പിന്നെ നമ്മൾ ഷെയർ 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്കല്ല തിരിച്ചു വാങ്ങിക്കുന്നത്, നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്നത് ബൈബാക്ക് പ്രൈസ് ആയ 15 രൂപയ്ക്ക്. അപ്പൊ ഓരോ ഷെയറിലും നമ്മൾ 5 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് നഷ്ടമാണ്. അപ്പൊ നോമിനൽ അക്കൗണ്ട് നഷ്ടത്തിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്. അപ്പൊ നമ്മൾ നഷ്ടത്തിന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഈ നഷ്ടത്തിന് ഈ എക്സ്ട്രാ കൊടുക്കുന്നില്ല 5 രൂപ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈബാക്ക് പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം ഓൺ ബൈബാക്ക് എന്ന് പറയും. ഈ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ട് 15 - 10 5 രൂപ, ഈ 5 രൂപയാണ് നമ്മൾ ബൈബാക്ക് പ്രീമിയം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഷെയറിനും എക്സ്ട്രാ 5 rupees കൊടുക്കേണ്ട, അത് നമുക്ക് ലോസ് ആണ്. അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്താണ്? പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. ബൈബാക്ക് സമയത്ത് നമ്മൾ പ്രീമിയം പേ ചെയ്യണം, നഷ്ടമാണ്. അങ്ങനെ 5 ലക്ഷം ഷെയറിന് 5 രൂപ വെച്ച്, അപ്പൊ എത്രയാണ്? 5 ലക്ഷം × 5 പറയുമ്പോൾ 25 ലക്ഷം രൂപ കമ്പനി എക്സ്ട്രാ പേ ചെയ്യണം, എന്നാലേ അവര് ബില്ലിംഗ് ആവുള്ളൂ. ഇത് അപ്പൊ നമ്മുടെ ബൈബാക്ക് നടത്തുമ്പോൾ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ കുറയും, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് പറഞ്ഞ ലോസ് ബുക്ക് ചെയ്യും. ഷെയർ ഹോൾഡർക്ക് ഈ കാശ് കൊടുക്കണം, കൊടുത്തിട്ടില്ല, കൊടുക്കണം, ലൈബിലിറ്റിയാണ്. എത്ര കൊടുക്കേണ്ടത്? 5 ലക്ഷം ഷെയറിന് 15 രൂപ വെച്ച് 75 ലക്ഷം രൂപ നമ്മൾ ആർക്ക് കൊടുക്കണം? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പൊ അതിന് നമ്മൾ ലയബിലിറ്റി ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക്. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് 75 ലക്ഷം രൂപ കൊടുക്കണം. ഇത് ബൈബാക്ക് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ പാസ് ചെയ്യേണ്ട എൻട്രി ആണ്. കാരണം ബൈബാക്കിന്റെ ലയബിലിറ്റി വന്നു കഴിഞ്ഞു. 5 lakh shares into ₹15. ഇനി നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞ സമയത്തിനുള്ളിൽ, നമ്മൾ ഈ റെസല്യൂഷനിലൊക്കെ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ബൈബാക്ക് എമൗണ്ട് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ബാങ്കിലേക്ക് നമ്മൾ പേയ്മെന്റ് നടത്തും. പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ ബൈബാക്കിന്റെ ലയബിലിറ്റി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ ബൈബാക്കിന്റെ ലയബിലിറ്റി അനൗൺസ് ചെയ്തപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ആ ലയബിലിറ്റി നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ എന്താണ്? ഇല്ലാതായി. അപ്പൊ ലയബിലിറ്റി ക്ലോസ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യുക, നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയും, കാരണം പേയ്മെന്റ് നടത്തുകയാണ്. ബാങ്ക് അസറ്റ് ആണ്, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ എൻട്രി വരിക? ഇക്വിറ്റി ഷെയർ ബൈബാക്ക്. കാരണം ആ ലൈബിലിറ്റി എക്സ്റ്റിങ്ഷ് ആയി, കാരണം കാശ് ഇപ്പൊ കൊടുത്തു 75 lakhs ടു ബാങ്ക് അല്ലെ, 75 lakhs. ഈ എൻട്രി പാസ് ചെയ്യാൻ പറ്റുമോ? പറ്റും, സാധാരണഗതിയിൽ നമ്മുടെ ബാങ്കിൽ 75 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ.
അതില്ല. അതില്ലാത്ത കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നത്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റത്. കയ്യിൽ ലിക്വിഡ് ഫോമിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല. പ്രോഫിറ്റ് പല അസറ്റിലും എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റിന്റെ എൻട്രി എഴുതിയിട്ടേ ഈ എൻട്രി എഴുതാൻ പാടുള്ളൂ. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യരുത്, ഈ എൻട്രി നമ്മൾ എഴുതരുത്. ഇത് നമുക്ക് മൂന്നാമത്തെ എൻട്രി ആയിട്ട് എഴുതാം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വെക്കുന്ന എൻട്രി നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് വെക്കുന്ന എൻട്രി വേണമെങ്കിൽ ഒന്നാമത്തെ എൻട്രി ആയിട്ട് തന്നെ എഴുതാം. നമ്മൾ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എൻട്രി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എഴുതാം. ബൈബാക്ക് അനൗൺസ് ചെയ്തു. അപ്പൊ ഫണ്ട് കണ്ടെത്തണം, ബൈബാക്കിന് വേണ്ട ഫണ്ട് കണ്ടെത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുകയാണ്. എത്ര രൂപയ്ക്ക്? 35 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ നമ്മുടെ ബാങ്കിലേക്ക് കാശ് വന്നു. ബാങ്ക് അക്കൗണ്ട് എട്ടർ 35 lakhs. പക്ഷേ 5 ലക്ഷം രൂപ നഷ്ടത്തിലാണ് വെക്കണം. നഷ്ടം പറയുമ്പോൾ എന്ത് ചെയ്യുക, P&L അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാം. ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ അങ്ങനെ ഡെബിറ്റ് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് P&L അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാം. നഷ്ടമാണല്ലോ, ഡെബിറ്റ് ചെയ്യാം 5 lakhs. ദെൻ നമ്മൾ എന്ത് ചെയ്യും, കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ അസറ്റ് പോയി. അസറ്റ് പോയാൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും 40 lakhs. ടു ബി സേഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എൻട്രി ഫസ്റ്റ് എൻട്രി ആയിട്ട് തന്നെ എഴുതാം, വിട്ടു പോവാതിരിക്കാൻ. അല്ലെങ്കിൽ ബൈബാക്കിന്റെ എൻട്രി എഴുതിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് കാശ് കിട്ടിയിട്ടേ ബൈബാക്കിന്റെ പേയ്മെന്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ബൈബാക്കിന്റെ ഡ്യൂ എൻട്രി എഴുതി, ഇൻവെസ്റ്റ്മെന്റ് വെക്കുന്ന എൻട്രി എഴുതി. അതിൽ നഷ്ടമുണ്ട്, ആ നഷ്ടത്തിന് ഒന്ന് ഡയറക്റ്റ് P&L ഡെബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോസ് ഓഫ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് ഡെബിറ്റ് ചെയ്യുക. അത് അൾട്ടിമേറ്റ്ലി എവിടെ തന്നെ വരും, P&L അക്കൗണ്ടിൽ തന്നെ വരും. ഇൻവെസ്റ്റ്മെന്റ് കയ്യിൽ നിന്ന് പോയി, 40 ലക്ഷത്തിന്റെ ക്രെഡിറ്റ് ചെയ്തു, ബാങ്ക് ബാലൻസ് 35 lakh ഡെബിറ്റ് ചെയ്തു. ബൈബാക്ക് ലൈബിലിറ്റി പേയ്മെന്റ് നടത്തി, ബൈബാക്ക് ലൈബിലിറ്റി എക്സ്റ്റിംഗ്വിഷ് ആയി. ഇനി നമുക്കൊരു 1-2 എൻട്രിയും കൂടെ എഴുതാനായിട്ടുണ്ട്. നമ്മൾ സെക്ഷൻ 68 പറയുന്നുണ്ട്, നിങ്ങൾ ബൈബാക്ക് നടത്തുന്നത് ലാഭത്തിൽ നിന്നാണെങ്കിൽ ഇവിടെ നമ്മൾ ഫ്രഷ് ഷെയർ ഇഷ്യൂ ഉണ്ടോ, ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് വെക്കണ്ടല്ലോ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാഭം തന്നെയാണ്. അത് ക്യാഷ് ഫോമിലല്ല, വേറെ അസറ്റ് ഫോമിലായിരുന്നു, അതിനെ വിറ്റ് ക്യാഷ് ആക്കി, അത്രേ ഉള്ളൂ. ലാഭത്തിൽ നിന്നാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ എത്ര ഷെയർ ആണോ നമ്മൾ ബൈബാക്ക് നടത്തുന്നത് അതിന്റെ ഫേസ് വാല്യൂനെ ഫ്രീ റിസർവിൽ നിന്നും ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇവിടെ എല്ലാ ഷെയറും ബൈബാക്ക് നടത്തിയത് നമ്മുടെ ലാഭത്തിൽ നിന്നാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എത്ര ഷെയർ ബൈബാക്ക് നടത്തിയത്? 5 lakh shares. അതിന്റെ ഫേസ് വാല്യൂ, അതിന്റെ ബൈബാക്ക് പ്രൈസ് അല്ല, അതിന്റെ ഫേസ് വാല്യൂ 10 രൂപ. 5 lakh into 10 50 lakh rupees നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എത്ര? 5 lakh shares into ഫേസ് വാല്യൂ 10 rupee, 50 lakh ട്രാൻസ്ഫർ ചെയ്യും. ഇത് എവിടുന്നാണ് ട്രാൻസ്ഫർ ചെയ്യുക? ലാഭത്തിൽ നിന്ന്. ലാഭം പറയുമ്പോൾ ഫ്രീ റിസർവ് എന്ന്. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രീ റിസർവ് എന്തൊക്കെയുണ്ട്? ജനറൽ റിസർവ് ഉണ്ട്, P&L അക്കൗണ്ട്. CRRലേക്ക് നമ്മൾ 50 lakhs ട്രാൻസ്ഫർ ചെയ്യണം. എവിടുന്നാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? പ്രോഫിറ്റ്സ് എന്ന്. പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്രീ റിസർവ് മാത്രമാണ്. നമ്മുടെ ഫ്രീ റിസർവ് പറയുമ്പോൾ ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്. സെക്യൂരിറ്റീസ് പ്രീമിയം ഫ്രീ റിസർവ് അല്ല. അപ്പൊ നമ്മൾ ഷെയർ ബൈബാക്ക് നടത്തുന്നത് പ്രോഫിറ്റ്സ് എന്നാണെങ്കിൽ എത്ര ഷെയർ ആണോ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് പ്രോഫിറ്റ്സ് എന്ന്, അതിന്റെ ഫേസ് വാല്യൂ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഫ്രം ഫ്രീ റിസർവ് ഓൺലി. സെക്യൂരിറ്റീസ് പ്രീമിയം ടച്ച് ചെയ്യരുത്. അപ്പൊ ബൈബാക്കിന് സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കുക പറഞ്ഞാൽ അത് വേറൊരു കാര്യത്തിനാണ്. നമ്മൾ അടുത്ത ജേർണൽ എൻട്രിയിൽ എന്തിനാണ് സെക്യൂരിറ്റീസ് പ്രീമിയം ബൈബാക്കിൽ ഉപയോഗിക്കുക എന്നുള്ളത് കവർ ചെയ്യും. അപ്പൊ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ 5 ലക്ഷം ഷെയർ ബൈബാക്ക് നടത്തുന്നു, 10 രൂപ ഫേസ് വാല്യൂ, ബൈബാക്ക് പ്രൈസ് ഇഗ്നോർ ചെയ്യുക, 50 lakh rupees ട്രാൻസ്ഫർ ചെയ്യണം. എവിടെ നിന്ന്? ഫ്രീ റിസർവ് നിന്ന് മാത്രം, സെക്യൂരിറ്റീസ് പ്രീമിയം പാടില്ല. അപ്പൊ ഫ്രീ റിസർവ് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്? ജനറൽ റിസർവിൽ 50 ലക്ഷം ഇല്ലേ, അതെടുത്ത് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി P&L നിന്ന് 30, ജനറൽ നിന്ന് 20, ആ കോമ്പിനേഷൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഇവിടെ ജനറൽ റിസർവ് 50 ലക്ഷം രൂപ എടുത്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഈ CRR എന്തിനു മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ CRR ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇതിന് പകരം P&L ഉപയോഗിക്കാം, ബട്ട് ഞാൻ ജനറൽ റിസർവ് എടുത്തു. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള എൻട്രി പറഞ്ഞാൽ ഈ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ലോസ് ആണ്. ആ ലോസിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. ആ ലോസിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഫ്രീ റിസർവും ഉപയോഗിക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് പറയുന്ന ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഫ്രീ റിസർവ് ഉപയോഗിക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം. പക്ഷേ
CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഫ്രീ റിസർവ് മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലോസ് എത്ര? 25 lakh. ലോസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലോസ് ബുക്ക് ചെയ്യാൻ 25 lakh ഡെബിറ്റ് ചെയ്തു. അതിനിപ്പോൾ ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ബൈബാക്കിന്റെ ലോസ്, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്കിനെ ക്ലോസ് ചെയ്യാൻ 25 lakh നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഈ ലോസ് നമുക്ക് എവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം? ഫ്രീ റിസർവ് അഡ്ജസ്റ്റ് ചെയ്യാം, ഓർ സെക്യൂരിറ്റീസ് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന് എന്താണ് ഓർഡർ? അങ്ങനെ പർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ജനറലി ഈ സെക്യൂരിറ്റീസ് പ്രീമിയം പറയുന്നത് എന്താ? സ്പെഷ്യൽ റിസർവ് ആണ്. അത് റെസ്ട്രിക്റ്റഡ് പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബോണസ് ഷെയർ, ബൈബാക്ക്, അതുപോലെ പ്രിലിമിനറി എക്സ്പെൻസ്, ആ സെക്ഷൻ 52 പറയുന്ന 5 കാര്യങ്ങൾ. ഈ ഫ്രീ റിസർവ് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഈ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നവന് ഫസ്റ്റ് ഉപയോഗിക്കാം, എന്നിട്ട് നമ്മൾ ഫ്രീ റിസർവ് ടച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 25 lakh വേണം. നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എത്ര ബാലൻസ് ഉണ്ട്? കറക്റ്റ് ആയിട്ട് 25 lakh ഉണ്ട്. ഇനി അതിൽ 20 lakh ഉള്ളൂ എങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം 20 lakh എടുക്കുക, ബാക്കി 5 lakh നമുക്ക് ജനറൽ റിസർവ് PNL അക്കൗണ്ടിനോ ബാലൻസ് അനുസരിച്ച് എടുക്കാം. അപ്പൊ ഇവിടെ ഇത് റൂൾ അല്ല, ബെറ്റർ സെക്യൂരിറ്റീസ് പ്രീമിയം ഫസ്റ്റ് ഉപയോഗിക്കുക. ആൻഡ് ICAയുടെ ആൻസേഴ്സ് പ്രകാരം അവരും ഇതേ പാറ്റേൺ ആണ് ജനറലി പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ഏറ്റവും പ്രധാനം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കരുത്. അപ്പൊ നമുക്ക് കേസ് 2 നോക്കാം. അതായത് കേസ് 1 ബൈബാക്ക് പ്യൂർലി പ്രോഫിറ്റ്സ് എന്നായിരുന്നു. കേസ് 2 എന്താ? ബൈബാക്ക് നടത്താനുള്ള ഫണ്ട് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തുന്നുണ്ട്. ഇവിടെ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തുന്നതുകൊണ്ട് എന്താണ്? സെയിം കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ആ ഫണ്ട് വെച്ചിട്ടാണ് ബൈബാക്ക് നടത്തുന്നത്. സെയിം ഇൻഫർമേഷൻ തന്നെ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 crore, 20 ലക്ഷം ഷെയർ 10 രൂപ. ജനറൽ റിസർവ് 50 ലക്ഷം ഉണ്ട്. PNL അക്കൗണ്ടിലെ ബാലൻസ് 30 lakhs ഉണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം 25 lakh, DRR 20 lakh. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് നമുക്ക് ബൈബാക്കിന് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ബൈബാക്ക് നടത്തുന്ന 5 lakh ഇക്വിറ്റി ഷെയർസ് at 15 each. ബൈബാക്ക് പ്രൈസ് 5 രൂപ, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. ഈ ബൈബാക്കിനെ നമ്മൾ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി 30,000 6% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ഉണ്ട് 100 രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമുക്ക് എന്താണ് എൻട്രി വരിക? അപ്പൊ ആദ്യം നമുക്ക് ABC ലിമിറ്റഡിന്റെ ബുക്കിൽ, ദി ബുക്സ് ഓഫ് ABC ലിമിറ്റഡ്, ജേണൽ. അപ്പൊ ഫസ്റ്റ് ബൈബാക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ഇഷ്യൂ നടത്തുന്നുണ്ട്. എത്ര ഷെയർ? 30,000 6% പ്രിഫറൻസ് ഷെയർ ഓഫ് 100 each. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം അപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ ഫുൾ എമൗണ്ടും റിസീവ് ചെയ്യണം, കാരണം ഇൻ ദി ആബ്സെൻസ് ഓഫ് അതർ ഇൻഫർമേഷൻ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര? 30,000 ഷെയർസ് ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 30 ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ടു 6% പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ. ആൻഡ് നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും? പ്രിഫറൻസ് ഷെയർസിനെ അലോട്ട് ചെയ്യും. സോ 6% പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, അപ്ലിക്കേഷൻ മണി ആദ്യം ലൈബിലിറ്റി ആയി വെച്ചു. ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ ആ ലൈബിലിറ്റി ക്ലോസ് ആയി, ആൻഡ് ഷെയർ ക്യാപിറ്റലിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാം ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ബൈബാക്കിന് വേണ്ടി നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു. ഇനി നമ്മുടെ സാധാ എൻട്രീസ്, ലൈക്ക് കഴിഞ്ഞ കേസിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ആദ്യം ബൈബാക്കിന്റെ ഡ്യൂ എൻട്രി എഴുതാം. ബൈബാക്ക് നടക്കുമ്പോൾ എന്താവും? കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ആവും. എത്ര? 5 lakh ഷെയർസ് ഇൻറ്റു 10, 50 lakhs. ഇനി നമ്മൾ 50 രൂപ 10 രൂപ വെച്ചല്ല കൊടുക്കണം, ഒരു ഷെയറിന് 15 കൊടുക്കണം. 5 രൂപ എക്സ്ട്രാ എന്താ? പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് ആണ്, ലോസ് ആണ്. സോ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് 5 ലക്ഷം ഇൻറ്റു 5, 25 ലക്ഷം രൂപ ലോസ്. ഇത് രണ്ടും കൂടെ ചേർത്ത് 15 രൂപ നമ്മൾ ഓരോ ഷെയറിനും വെച്ച് കൊടുക്കണം. അങ്ങനെ 5 ലക്ഷം ഷെയറിന് 75 ലക്ഷം രൂപ കൊടുക്കണം. ലയബിലിറ്റി ആണ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക്. സെയിം, ഇതൊക്കെ ഈ എൻട്രീസ് ഒക്കെ സെയിം ആസ് കേസ് 1 തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ വെക്കാത്തത്? ഈ കേസിൽ ഇൻവെസ്റ്റ്മെന്റ് വെക്കണമെന്ന് പറയുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫർദർ ഈ ലൈബിലിറ്റി നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ ലൈബിലിറ്റി ക്ലോസ് ചെയ്യാൻ ഇക്വിറ്റി ഷെയർ ബൈബാക്കിനെ ഡെബിറ്റ് ചെയ്യും. 75 lakhs. ബാങ്കിൽ നിന്ന് ബാലൻസ് കുറയും, ബാങ്ക് ബാലൻസ് ടു ബാങ്ക്
75 lakhs. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഷെയർ എങ്ങനെ ബൈബാക്ക് നടത്തി? പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് പ്രോഫിറ്റ് നിന്ന് ബൈബാക്ക് നടത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ പ്രോഫിറ്റ് നിന്ന് ബൈബാക്ക് നടത്തുന്നുണ്ടോ? നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ബൈബാക്ക് ചെയ്ത ഷെയറിന്റെ വാല്യൂ ടോട്ടലി എത്ര രൂപയുടെ ഷെയർ ബൈബാക്ക് നടത്തിയത്? 50 ലാഖിന്റെ. എത്രയാ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തത്? 30 ലാഖ്. അപ്പൊ ബാലൻസ് 20 ലാഖ് ഇപ്പോഴും പ്രോഫിറ്റ് നിന്ന് തന്നെയാണ് ബൈബാക്ക് നടന്നിരിക്കുന്നത്. സ്പെസിഫിക് ആയി പറയുന്നില്ലെങ്കിലും നമ്മൾ ബൈബാക്ക് ചെയ്ത ഷെയറുടെ വാല്യൂ 50 lakhs ആണ്. 30 lakh ഫ്രഷ് ഇഷ്യൂ ഉള്ളൂ. മീനിങ് എന്താ? 20 lakh ഓഫ് ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് നടത്തിയത് നമ്മൾ പ്രോഫിറ്റ് എന്നാണ്. അപ്പൊ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ റിസർവ് എന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 50 lakh ട്രാൻസ്ഫർ ചെയ്യണ്ട, കാരണം ടോട്ടൽ ബൈബാക്ക് നടത്തിയ ഷെയറുടെ വാല്യൂ 50 lakh ആണ്. അതിൽ 30 lakh ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഉണ്ട്. ബാലൻസ് 20 lakh നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് എന്നാണ്. അതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഫ്രീ റിസർവ്. നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ റിസർവ് എന്ന് എടുക്കാം. CRRക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാൻ പാടില്ല. 20 lakhs ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 20 lakhs. ബൈബാക്ക് നടത്തുന്നത് പ്രോഫിറ്റ് എന്നാണെങ്കിലും അല്ല നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണെങ്കിലും പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് നമ്മൾ ക്ലോസ് ചെയ്യണം. പ്രോഫിറ്റ് എന്നാണെങ്കിൽ CRRക്ക് ട്രാൻസ്ഫർ വരും. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണെങ്കിൽ CRRക്ക് ട്രാൻസ്ഫർ ഇല്ല. ബട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് ക്ലോസ് ചെയ്യണം. അത് നമുക്ക് എവിടെ നിന്ന് ക്ലോസ് ചെയ്യാം? ലൈക്ക് എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം? സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം, ഫ്രീ റിസർവ് ഉപയോഗിക്കാം. പ്രീമിയം ലോസ് ബുക്ക് ചെയ്യാൻ ഡെബിറ്റ് ചെയ്തു, അതിനിപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് 25 lakhs. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് നമുക്ക് ഫ്രീ റിസർവ് എന്ന് ഉപയോഗിക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് ഉപയോഗിക്കാം. ബട്ട് ICA പാറ്റേൺ പ്രകാരം ജനറലി നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം ഫസ്റ്റ് ഉപയോഗിക്കും, കാരണം അത് റെസ്ട്രിക്റ്റഡ് റിസർവ് ആണ്, എല്ലാ സമയവും ഉപയോഗിക്കാൻ പറ്റില്ല. ജനറൽ റിസർവ് ഉപയോഗിക്കാം, ബട്ട് ഇവിടെ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ പോവാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയുണ്ട്? 25 lakh ഉണ്ട്. അത് തന്നെ സഫീഷ്യന്റ് ആണ്. ഇഫ് ഇൻ കേസ് അത് സഫീഷ്യന്റ് അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് നമ്മൾ P&L എന്നോ ജനറൽ റിസർവ് എന്നോ എടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ബൈബാക്ക് നടത്തുകയാണെങ്കിൽ വരുന്ന കേസ്. ഇത് നമ്മൾ ഫുള്ളി പ്രോഫിറ്റ് എന്ന് ബൈബാക്ക് നടത്തുന്നതായിരുന്നു കേസ് 1. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ലൈക്ക് പാർട്ട് ഓഫ് ദി എമൗണ്ട് ഫൈനാൻസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇത് രണ്ടിലും നമ്മൾ ജേർണൽ എൻട്രിയുടെ കൂടെ ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഷെഡ്യൂൾ 3 ബാലൻസ് ഷീറ്റ്. നമുക്ക് അതിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് ബ്രീഫ്ലി നോക്കാം. ഫസ്റ്റ് കേസിൽ വന്നിട്ട്, ഫസ്റ്റ് കേസ് പറയുമ്പോൾ ഫുള്ളി പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്താണ് ഇമ്പാക്ട് വരിക? ഞാൻ കൺവെൻഷണൽ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഷെഡ്യൂൾ 3 ഫോർമാറ്റിൽ എന്താണ് ഇമ്പാക്ട് വരിക? ആദ്യം നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറയും. പണ്ട് എത്രയായിരുന്നു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ? 2 കോടി. ആ 2 കോടിയിൽ നിന്നും 50 ലക്ഷം രൂപ വില വരുന്ന ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്തു. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താവും? ഇനി 1.5 crore ആവും. അതായത് 15 ലക്ഷം ഷെയർസ് ഇൻടു 10 രൂപ, 1.5 crore ആവും നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പിന്നെന്താവും? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ എമൗണ്ട്, ലൈക്ക് പ്രയർ എമൗണ്ട്, അതിന്ന് 40 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റു. 35 ലക്ഷത്തിനാണ് വിറ്റത്, പക്ഷെ കയ്യിൽ നിന്ന് പോയത് 40 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് കുറയ്ക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്താണോ എമൗണ്ട്, ആ എമൗണ്ടിൽ നിന്ന് എന്താവും? 35 ലക്ഷം ആഡ് ആവും. ഇതെന്താ സാർ? ഇൻവെസ്റ്റ്മെന്റ് വിറ്റത്. ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് 35 ലക്ഷം നമ്മൾ ആഡ് ചെയ്യും, പ്ലസ് ബൈബാക്കിന് വേണ്ടി ചെലവാക്കിയ 75 ലക്ഷം കുറയും. എന്നിട്ട് നെറ്റ് എമൗണ്ട് നമ്മൾ പുറത്തെടുത്ത് എഴുതും ബാങ്കിൽ. ഇൻവെസ്റ്റ്മെന്റ് വിറ്റത് കുറയ്ക്കണം, ബാങ്ക് ബാലൻസിലുള്ള ചേഞ്ചസ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് വിറ്റപ്പോൾ കിട്ടിയ ഇൻഫ്ലോ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ ആഡ് ചെയ്യുക, ബൈബാക്കിന് വേണ്ടി ചെലവാക്കിയ എമൗണ്ട് ലെസ് ചെയ്യാം. ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചു. പിന്നെന്താവും? സെക്യൂരിറ്റീസ് പ്രീമിയം 25 ലക്ഷമാണ്. അത് മൊത്തത്തിൽ നമ്മൾ എന്തിനു ഉപയോഗിച്ചു? പ്രീമിയം പേയബിളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു, അത് നില്ലാവും അല്ലേ? പിന്നെ നമ്മുടെ P&L അക്കൗണ്ട് ബാലൻസ് എത്രയുണ്ടായിരുന്നു? P&L അക്കൗണ്ടിന്റെ ബാലൻസ് 30 ലക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഈ ലോസ് ഓൺ ബൈബാക്ക്, സോറി ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 5 lakh നമ്മൾ കുറയ്ക്കും. അപ്പൊ 30 lakh ആ 30 lakh 5 lakh കുറച്ചാൽ ബാലൻസ് 25 lakh. ആൻഡ് നമ്മുടെ ജനറൽ റിസർവ് എത്ര ഉണ്ടായിരുന്നു പ്രയർ ടു ബൈബാക്ക്? 50 lakh. ആ 50 lakh മൊത്തം നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു?
CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ ജനറൽ റിസർവ് ഉണ്ടാവോ? ഇല്ല. അതും എന്താണ് 50 ലാഖിന്ന് 50 ലാഖ് CRRക്ക് ട്രാൻസ്ഫർ ചെയ്തു നില്ലായി. ആൻഡ് ഈ CRR എന്ന് പറയുന്ന റിസർവ് എന്ത് വരും? ഇവിടെ 50 ലാഖ്സ് വരും. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഇമ്പാക്ട്. ഇതൊരു സമ്മറിയാണ്. ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ചേഞ്ച്, ബാങ്കിൽ വരുന്ന ചേഞ്ച്, ഷെയർ ക്യാപിറ്റലിലും റിസർവ്സും സർപ്ലസിലും വരുന്ന ചേഞ്ച്. അപ്പോൾ ബാക്കി ഐറ്റംസ് ഒക്കെ നമ്മൾ അതേപോലെ റീറ്റെയിൻ ചെയ്യും. നമുക്കൊരു ഇലിസ്ട്രേഷൻ ടെക്സ്റ്റ് നോക്കുമ്പോൾ എങ്ങനെയാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇനി നമ്മുടെ സെക്കൻഡ് കേസിൽ, അതായത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ബൈബാക്ക് നടത്തണമെങ്കിൽ എന്താണ് അവസ്ഥ? ഇവിടെ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്. എന്താണോ ഓപ്പണിംഗ് ബാലൻസ് അതിന്റെ കൂടെ ഒരു 30 ലാഖ് ആഡ് ആവും. ഇതെന്താ? പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തില്ലേ? അതിൽ ഒരു 75 ലാഖ് കുറയും. ഇതെന്താ? ബൈബാക്കിന്റെ എമൗണ്ട്. എന്നിട്ട് നെറ്റ് എമൗണ്ട് പുറത്തേക്ക് വരും. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വെക്കണില്ല. ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സെയിൽ ഒന്നും നടക്കണില്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അവിടുത്തെ അതേപോലെ തന്നെ. പണ്ട് 20 ലക്ഷം ഷെയർ ആയിരുന്നു. 10 രൂപ വെച്ച് 2 കോടി. ഇനി 15 ലക്ഷം ഷെയർ ഇൻറ്റു 10 രൂപ വയ്ക്കുമ്പോൾ 1.5 കോടി. സെക്യൂരിറ്റീസ് പ്രീമിയം പണ്ട് 25 ലക്ഷം ഉണ്ടായിരുന്നു. അത് മൊത്തം നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രീമിയത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നില്ലായി അല്ലേ? അത് കഴിഞ്ഞാൽ ഇവിടെയോ ജനറൽ റിസർവ് നമുക്ക് മുന്നേ എത്രയുണ്ട്? 50. ആ 50 ഇവിടെ ശ്രദ്ധിക്കണം, ജനറൽ റിസർവ് 20 ലക്ഷമേ CRRക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസും കൂടെ ഉണ്ട്. അപ്പൊ അത് ജനറൽ റിസർവ് 50ന്ന് 20 പോയാൽ ബാക്കി 30 ലക്ഷം. അത് കഴിഞ്ഞ് നമ്മുടെ P&L അക്കൗണ്ട്, അത് നമ്മൾ ടച്ച് ചെയ്യണില്ല. അവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ലോസ് ഒന്നുമില്ല. നമ്മൾ CRR ട്രാൻസ്ഫർ ചെയ്യാനും ഉപയോഗിക്കണില്ല, പ്രീമിയത്തിനും ഉപയോഗിക്കണില്ല. അപ്പൊ അതേ 30 ലാഖ് അത് റീറ്റെയിൻ ആവും. ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കോ അതിലേക്ക് നമ്മൾ 20 ലാഖേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അതും വരും. പക്ഷെ നമ്മളൊരു പ്രധാന കാര്യമുണ്ട്, അത് വിട്ടുപോകരുത്, മറന്നുപോകരുത്. നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഐറ്റം കൂടെ നമ്മുടെ ലൈബിലിറ്റിയിൽ വരും. നമ്മൾ പുതിയതായിട്ട് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 30 ലാക്സ്. ഒന്നുമില്ല, ഓരോ ജേണൽ എൻട്രിയും നോക്കുക എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന് എന്താണ് ഇമ്പാക്ട് വരുന്നത്, ഡെബിറ്റും ക്രെഡിറ്റും, ഏത് അസറ്റ് കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു, ഏത് ലൈബിലിറ്റി കൂടുന്നു കുറയണു, ആ ഇമ്പാക്ട് ബാലൻസ് ഷീറ്റിൽ നോക്കുക. ടച്ചേ ചെയ്യാത്ത അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതേ ബാലൻസ് റീറ്റെയിൻ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ബൈബാക്കിലെ 2 തരത്തിൽ വരാവുന്ന ലൈക്ക് ജേണൽ എൻട്രീസ്. നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ 2 പ്രോബ്ലം നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് അവർ എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത് ഐഡിയ കിട്ടും. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇലിസ്ട്രേഷൻ 1 ഇത് പറയുന്നത് ഫുള്ള് പ്രോഫിറ്റ് എന്നുള്ള ബൈബാക്ക് ആണ്. ഇതാണ് ഷെഡ്യൂൾ 3 ബാലൻസ് ഷീറ്റ്. നിങ്ങൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനി എന്നുള്ള ചാപ്റ്ററിൽ ഈ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് പഠിക്കും. ഓക്കെ, എക്സ് ലിമിറ്റഡ് ഫർണിഷസ് ഫോളോയിങ് ബാലൻസ് ഷീറ്റ് അറ്റ് 31st March 2021 അല്ലെങ്കിൽ 11 റുപ്പീസ് ഇൻ തൗസൻഡ്സ് ആണ്. ഇപ്പോൾ ബൈബാക്കിന് മുന്നേ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 ലക്ഷം ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് 63,10,000. അതിന്റെ ബ്രേക്കപ്പ് താഴെ നിന്നുണ്ട്, നമുക്ക് നോക്കാം. ലോങ് ടേം ബോറോയിങ്സ് നമുക്ക് 4 ലക്ഷം ഉണ്ട്. ട്രേഡ് പേയബിൾ ഒരു 40,000 ഉണ്ട്. ഇതാണ് ലൈബിലിറ്റി സൈഡ്, അത് ക്രെഡിറ്റേഴ്സ്. അസറ്റ്സ് എന്തുണ്ട്? PB ഫിക്സഡ് അസറ്റ് ഒരു 27,50,000 ഉണ്ട്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒരു 50 ലക്ഷം ഉണ്ട്. ഇൻവെന്ററി 10 ലക്ഷം, ട്രേഡ് റിസീവബിൾ 20 ലക്ഷം, ക്യാഷ് ബാലൻസ് 10 ലക്ഷം. ഇനി അതിന്റെ നോട്ട് സ്റ്റോക്ക് അക്കൗണ്ട്സ് ഉണ്ട്, അതായത് നമ്മുടെ ഓരോ ഐറ്റത്തിന്റെ ബ്രേക്കപ്പ്. ഷെയർ ക്യാപിറ്റൽ മൊത്തം എത്രയാണ്? 50 ലക്ഷം. അതെങ്ങനെയാണ്? നമുക്ക് 30 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ട്, അതായത് 3 ലക്ഷം ഇക്വിറ്റി ഷെയർ ഓഫ് 10 ഈച്ച്, 30 ലക്ഷം ഇക്വിറ്റി ഷെയറും അതേപോലെ 20,000 9% ഡിവിഡൻഡ് ഉള്ള പ്രിഫറൻസ് ഷെയർ 100 റുപ്പീസ് ഈച്ച് വെച്ച് 20 ലക്ഷം. അങ്ങനെ 30 ഇക്വിറ്റിയും 20 പ്രിഫറൻസും കൂടെ 50 ലക്ഷം. ക്യാപിറ്റൽ റിസർവ് ഒരു 10 ലക്ഷം ഉണ്ട്. റവന്യൂ റിസർവ് ഒരു 40 ലക്ഷം ഉണ്ട്. റവന്യൂ റിസർവ് പറഞ്ഞാൽ ജനറൽ റിസർവ്, ഫ്രീ റിസർവ് ആണ്. സെക്യൂരിറ്റീസ് നമുക്ക് ഒരു 5 ലക്ഷം ഉണ്ട്. P&L അക്കൗണ്ട് ഒരു 18 ലക്ഷം ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ബൈബാക്കിന് എന്താ ഉപയോഗിക്കാൻ പറ്റുക? ബൈബാക്കിന് ഫ്രീ റിസർവും സെക്യൂരിറ്റീസ് പ്രീമിയം മാത്രമേ പറ്റുള്ളൂ. റവന്യൂ റിസർവ് ഉപയോഗിക്കാം, ഓക്കെ, P&L അക്കൗണ്ട് ഉപയോഗിക്കാം. ഇത് രണ്ടും CRRക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം. എന്തിന്? ബൈബാക്ക് നടത്തുമ്പോൾ നമുക്ക് പ്രീമിയം പേബിൾ ലോസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി ലോങ് ടേം ബോറോയിങ്സ് ഡിബെഞ്ചർ ആണ് 4 ലക്ഷം. അത് കഴിഞ്ഞ് നമ്മുടെ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് 27,50,000 ഉണ്ട്. കമ്പനി പാസ്ഡ് എ റെസൊല്യൂഷൻ ടു ബൈബാക്ക് 20% ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ക്യാപിറ്റൽ. ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ 20%. കമ്പനിക്ക് എത്ര ഇക്വിറ്റി ഷെയർ ഉള്ളത്? 3 ലക്ഷം. ഈ 3 ലക്ഷത്തിന്റെ 20% എന്ന് പറയുമ്പോൾ 3 ലക്ഷം × 20% പറയുമ്പോൾ 60,000 ഇക്വിറ്റി ഷെയർസ് ആണ് അവർ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഒരു ഷെയറുടെ ഫേസ് വാല്യൂ 10 ആണ്, പക്ഷെ അവർ ബൈബാക്ക് ചെയ്യുന്നത് 15 രൂപയ്ക്കാണ്. മീനിങ് എന്താ? 5 റുപ്പീസ് പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്, അല്ലെങ്കിൽ ബൈബാക്ക് പ്രീമിയം ആണ്, ലോസ് ആണ്. ഇനി ഇതിനു വേണ്ടി കമ്പനി എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെന്റ് വിറ്റു. 30 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് 25 ലക്ഷത്തിന് വിറ്റു. 5 ലക്ഷം ലോസ്. സെയിം ആണ്, പ്രോഫിറ്റ് ആണ് ബൈബാക്കിന് ഉപയോഗിക്കുന്നത്. പക്ഷെ നോക്കിയാൽ അറിയാം നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയേ ഉള്ളൂ? 10 ലക്ഷം ഉള്ളൂ. അതാണ് നമുക്ക് പ്രോഫിറ്റ് ഒരുപാടുണ്ടെങ്കിലും, ഇപ്പൊ ഈ കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് പറഞ്ഞാൽ ഇത്രയും കാലത്തെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് 63 ലാക്ക് ഉണ്ട്. അത് എപ്പോഴും നമ്മൾ ബാങ്ക് ബാലൻസ് ആയി കയ്യിൽ വെക്കണം എന്നില്ല, അത് വേറെ അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റഡ് ആയിരിക്കും. പക്ഷെ ഷെയർ ഹോൾഡർക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ അസറ്റിനെ ഏതെങ്കിലും വിറ്റ് ക്യാഷ് ആയി കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എൻട്രീസ് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻവെസ്റ്റ്മെന്റ് വെക്കണം കാശ് കണ്ടെത്താൻ. 30 ലക്ഷത്തിന് ഇൻവെസ്റ്റ്മെന്റ് 25 ലക്ഷത്തിന് വിറ്റു, 5 ലക്ഷം ലോസ് ആണ്. അപ്പൊ എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 25 ലക്ഷം, ബാങ്ക് ബാലൻസ് കൂടി. 5 ലക്ഷം ലോസ് ആണ്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് പി എൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് ചെയ്യാം. അൾട്ടിമേറ്റ്ലി അതും പി എൻ അക്കൗണ്ടിലേ വരുള്ളൂ. ഈ 5 ലാക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പറയുന്ന അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ 30 ലക്ഷത്തിന് ഇൻവെസ്റ്റ്മെന്റ് പോയി, അസറ്റ് പോയാൽ ക്രെഡിറ്റ് ചെയ്തു. ഇനി രണ്ടാമത് എന്ത് ചെയ്യും? നമ്മൾ ബൈബാക്കിന്റെ ഡ്യൂ എൻട്രി ചെയ്തു. അപ്പോൾ ബൈബാക്ക് നടക്കുമ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറയും, ലൈബിലിറ്റി കുറഞ്ഞ ഡെബിറ്റ് ചെയ്യുക. എത്ര ഷെയർ ബൈബാക്ക് നടത്തുന്ന? 60,000 ഷെയർ. ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 10 രൂപ. 60,000 × 10 6 ലക്ഷം രൂപ നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കുറയും. ഇനി നമ്മൾ ബൈബാക്ക് നടത്തുമ്പോൾ ഫേസ് വാല്യൂ മാത്രമാണോ കൊടുക്കുന്നത്? അല്ല, നമ്മൾ പ്രീമിയം കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു ഷെയറിന് 5 രൂപ. 60,000 ഷെയറിന് അപ്പോൾ എത്ര വരും? 60,000 × 5 പറയുമ്പോൾ 3 ലക്ഷം രൂപ നമ്മൾ പ്രീമിയം കൊടുക്കുന്നത്. ലോസ് ആണ്, ലോസിനെ ഡെബിറ്റ് ചെയ്യുക. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് 60,000 × 5 3 lakh. ഇത് രണ്ടും കൂടെ ചേർത്തി 15 രൂപ വെച്ച് 60,000 ഷെയറിന് കൊടുക്കണം. അതായത് നമ്മൾ 9 ലക്ഷം രൂപ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. 9 lakh എന്താ? ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഇത് സെറ്റിൽ ചെയ്യുമ്പോൾ ലൈബിലിറ്റി പോവും, ബാങ്ക് ബാലൻസ് കുറയും. അപ്പൊ എന്താ എൻട്രി? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ടു ബാങ്ക് അക്കൗണ്ട് 9 lakh. ബൈബാക്ക് നടത്തിയത് പ്രോഫിറ്റ് എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? CRRക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്, ഈ ലോസിനെ നമ്മൾ ക്ലോസും ചെയ്യണം. അതാണ് ഫർദർ എൻട്രീസ്. അപ്പൊ ആദ്യം ബൈബാക്ക് ചെയ്തത് എന്താണ്? പ്രോഫിറ്റ് എന്നാണ്. പ്രോഫിറ്റ് എന്ന് ബൈബാക്ക് നടത്തിയാൽ എത്ര ഷെയർ ആണോ ബൈബാക്ക് നടത്തിയത് അതിന്റെ ഫേസ് വാല്യൂ. ഇവിടെ 60,000 ഷെയർ × 10 6 ലക്ഷം രൂപ. ഫ്രീ റിസർവ് എന്ന്, ഫ്രീ റിസർവ് പറയുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അല്ല, ജനറൽ റിസർവ് ബി എൻ അക്കൗണ്ട്. അതിന്ന് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? CRRക്ക് ട്രാൻസ്ഫർ ചെയ്യാം. റവന്യൂ റിസർവ് പറഞ്ഞാൽ നമ്മുടെ ജനറൽ റിസർവിന്റെ വേറൊരു പേരാണ്. അപ്പൊ 60,000 ഷെയർ നമ്മൾ പ്രോഫിറ്റ് എന്ന് ബൈബാക്ക് നടത്തി × 10 6 ലക്ഷം രൂപ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ഈ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് പറയുന്ന ലോസ് 3 ലാക്കിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്തു ലോസിനെ. അതിനെ ക്ലോസ് ചെയ്യാൻ ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അത് ഏതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം? സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രീ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് ജനറലി നമ്മൾ എന്തിലേക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക? സെക്യൂരിറ്റീസ് പ്രീമിയം. അപ്പൊ എന്താ എൻട്രി? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 3 lakh ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് 3 lakh. അപ്പൊ ഇതിന് എന്താണ് നമുക്ക് ബാലൻസ് ഷീറ്റ് ഇമ്പാക്ട് വരിക? കമ്പനിയുടെ ഇവിടെ ഷെയർ ക്യാപിറ്റൽ നിന്ന് ഒരു 6 ലക്ഷം കുറയും അല്ലേ? ലോങ് ടേം ബോറോയിങ്സിൽ വല്ല മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. ട്രേഡ് പേബിൾ ഉണ്ടോ? ഇല്ല. PPയിൽ ഉണ്ടോ? ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്താവും? 30 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റു, അത് നമ്മൾ കുറയ്ക്കേണ്ടി വരും. ഇൻവെന്ററി, ട്രേഡ് റിസീവബിൾ ഒന്നും നമ്മൾ ടച്ച് ചെയ്യണില്ല. നമ്മുടെ ക്യാഷ് ബാങ്ക് ബാലൻസ് എന്താവും? ഈ ഉള്ള 10 ലക്ഷത്തിന് ഒരു 25 ലക്ഷം ആഡ് ആവും ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ട്. ആൻഡ് ബൈബാക്കിന് വേണ്ടി നമ്മൾ ചെലവാക്കിയ 9 ലക്ഷം കുറയും. നെറ്റ് ബാലൻസ് പുറത്തു വരും. ഇനി ഈ നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിലോ ക്യാപിറ്റൽ റിസർവിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. റവന്യൂ റിസർവ് എന്താവും? ഈ 40 ലക്ഷത്തിൽ നിന്ന് 9 ലക്ഷം നമ്മൾ കുറയ്ക്കും. എന്തിന്? CRRക്ക് ട്രാൻസ്ഫർ ചെയ്ത്. സെക്യൂരിറ്റീസ് പ്രീമിയം 5 ലക്ഷത്തിൽ നിന്നോ ഈ 5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറയ്ക്കും. എന്തിന്? പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന്. PN അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കും. എത്ര? 5 ലക്ഷം. എന്തിനാണ്? ഇൻവെസ്റ്റ്മെന്റിന്റെ ലോസ് ഓൺ സെയിൽ കുറയ്ക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഇമ്പാക്ട്. ഇത് പ്യുവർലി നമ്മൾ പ്രോഫിറ്റ് മാത്രം വെച്ചിട്ട് ബൈബാക്ക് ചെയ്യുന്ന കേസാണ്. നമ്മൾ ഇനി അടുത്തത് ഷെയർ ഇഷ്യൂ കൂടെ നടത്തിയിട്ട് ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അതാണ് നമ്മുടെ ഇലിസ്ട്രേഷൻ 3. ഡി ലിമിറ്റഡ്, എ നോൺ ലിസ്റ്റഡ് കമ്പനി, ഫർണിഷസ് ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31st March. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ₹1000 ആണ്. അപ്പോൾ 27 lakh. റിസർവ്സ് ഒരു 97 lakh ഉണ്ട്. ട്രേഡ് പേയബിൾ 14 ലക്ഷം ഉണ്ട്. അസറ്റ് സൈഡ് വരികയാണെങ്കിൽ PPE ഫിക്സഡ് അസറ്റ് എത്ര? 93 lakh ഉണ്ട്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് 30 lakhs, ഇൻവെന്ററി 5 lakh, ട്രേഡ് റിസീവബിൾ 2 lakh,
ക്യാഷ് ബാലൻസ് 8 lakh. കമ്പനിയുടെ 27 lakhന്റെ ബ്രേക്കപ്പ് എങ്ങനെയാ? നമ്മുടെ കയ്യിൽ 2.5 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ട്. 2,50,000 ഇക്വിറ്റി ഷെയർ ഓഫ് 10 each, അതായത് 25 ലക്ഷം രൂപ. ബാലൻസ് 2 lakh നമ്മൾ പ്രിഫറൻസ് ഷെയർ, എത്ര രൂപയുടെ? 100 രൂപ വരുന്ന പ്രിഫറൻസ് ഷെയർ 2000 എണ്ണം. ഇവിടെ ശ്രദ്ധിക്കണേ, ഇഷ്യൂഡ് 2 months ബാക്ക് ഫോർ ദി പർപ്പസ് ഓഫ് ബൈബാക്ക്. ഈ 2 ലക്ഷം രൂപ പ്രിഫറൻസ് ഷെയർ എന്തിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ബൈബാക്ക് നടത്താൻ കാശ് കണ്ടെത്താൻ വേണ്ടി ആണ് ഈ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബൈബാക്ക് പാർട്ട്ലി ഫൈനാൻസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് താഴെ പാരാലല്ല തന്നിരിക്കണം, ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപിറ്റൽ റിസർവ് 10 lakh ഉണ്ട്. ബൈബാക്കിന് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. റവന്യൂ റിസർവ് ഫ്രീ റിസർവ് ആണ്, ബൈബാക്കിന് ഉപയോഗിക്കാം 30 ലക്ഷം. സെക്യൂരിറ്റീസ് പ്രീമിയം ബൈബാക്കിന്റെ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം 22 lakh. P&L അക്കൗണ്ട് ഫ്രീ റിസർവ് ആണ്, ബൈബാക്കിന് ഉപയോഗിക്കാം. കമ്പനി പാസ്ഡ് റെസൊല്യൂഷൻ ടു ബൈബാക്ക് 20% ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. മൊത്തം ഷെയർസിന്റെ 20% ബൈബാക്ക് നടത്തുകയാണ്. എത്ര രൂപയ്ക്ക്? 50 രൂപ. നമുക്ക് എത്ര ഷെയർ ഉണ്ട്? 2.5 ലക്ഷം ഷെയർ ഉണ്ട്. അപ്പൊ 2.5 ലക്ഷം ഷെയറിന്റെ 20% പറഞ്ഞാൽ 50,000 ഷെയർസ് ആണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നത്. 10 രൂപയുടെ ഒരു ഷെയറിനെ നമ്മൾ ബൈബാക്ക് നടത്തുന്നത് 50 രൂപയ്ക്കാണ്. സോ 40 രൂപ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. ഫോർ ദിസ് പർപ്പസ്, ഈ ബൈബാക്കിന് വേണ്ടി കമ്പനി എന്ത് ചെയ്തു? അതിന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും സോൾഡ് ഓൾ ഓഫ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ 22 lakh. നമുക്ക് മൊത്തം എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്? നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് 30 ലക്ഷം. 30 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 22 ലക്ഷത്തിന് വിറ്റു, അതായത് 8 ലക്ഷം നഷ്ടത്തിൽ. ഇവിടെ ഷെയർ ഇഷ്യൂ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വെക്കുന്നത്? ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 2 ലക്ഷം രൂപയ്ക്കാണ്. ബൈബാക്ക് നടത്തുന്നത് 50,000 ഷെയറിന് നമ്മൾ 50 റുപ്യ കൊടുക്കണം. അതായത് നമുക്ക് 25 lakhsന്റെ ടോട്ടൽ ഔട്ട്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ഷെയർ ഇഷ്യൂ ഉണ്ട്, മൊത്തം ബൈബാക്കും നമുക്ക് ഫൈനാൻസ് ആവുന്നില്ല. ബാലൻസ് പ്രോഫിറ്റ് നിന്ന് എടുക്കണം. ആ പ്രോഫിറ്റ് ക്യാഷ് ബാലൻസ് ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ്മെന്റ് വെക്കുക. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് എൻട്രി വരിക? അപ്പൊ നമുക്ക് ആദ്യം എന്ത് എൻട്രി വരും? ഇൻവെസ്റ്റ്മെന്റ് വിറ്റതിന്റെ എൻട്രി. പിന്നെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത എൻട്രി വീണ്ടും എഴുതരുത്. കാരണം ഷെയർ ഓൾറെഡി ഇഷ്യൂ ചെയ്തു, അതിന്റെ എൻട്രി പാസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഈ ഐറ്റം ഉള്ളത്. അപ്പോൾ വീണ്ടും പോയി പ്രിഫറൻസ് ഷെയറുടെ ഇഷ്യൂ എൻട്രി എഴുതരുത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് എൻട്രി എഴുതണം. പിന്നെ ബൈബാക്കിന്റെ ഡ്യൂ എൻട്രി എഴുതുക, ബൈബാക്കിന്റെ സെറ്റിൽമെന്റ് എൻട്രി എഴുതണം. ഇവിടെ പ്രോഫിറ്റ് നിന്നും ബൈബാക്ക് നടക്കണോണ്ട് CRRക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ CRR ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്രയാണോ ഷെയർ ഇഷ്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ബാലൻസ് എമൗണ്ട് മാത്രമേ നമ്മൾ CRRക്ക് പ്രോഫിറ്റ് നിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആൻഡ് ഫൈനലി എന്ത് ചെയ്യണം? പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്കിനെ നമ്മൾ റിസർവ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ജേർണൽ എൻട്രിയും ചോദിക്കുന്നുണ്ട്, നമ്മുടെ പോസ്റ്റ് ബൈബാക്ക് ബാലൻസ് ഷീറ്റും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വിറ്റു. എത്ര? 30 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് 22 വിറ്റു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 22 lakh. 8 ലക്ഷം നഷ്ടമാണ്. P&L ഡെബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ ഡെബിറ്റ് ചെയ്യാം. P&L അക്കൗണ്ട് ഡെറ്റർ 8 lakh. കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് പോയി, 30 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോയി, അസറ്റ് പോയി, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ബൈബാക്കിന്റെ ഡ്യൂ എൻട്രി എഴുതാം. ഇതാണ് ആദ്യം വരേണ്ടത്. എത്ര ഷെയർ ബൈബാക്ക് നടത്തണം? 50,000 ഷെയർ. ഒരു ഷെയറിന് 10 രൂപ. അപ്പൊ 5 ലക്ഷം രൂപ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ കുറയും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 5 lakh. ഇനി നമ്മൾ അവർക്ക് 10 രൂപയല്ലേ കൊടുക്കുന്നത് 50 രൂപയാണ്. 40 രൂപ പ്രീമിയം ഓൺ ബൈബാക്ക് ലോസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ 50,000 × 40 20 ലക്ഷം. ഇത് രണ്ടും കൂടെ ചേർത്തി, അതായത് ഒരു ഷെയറിന് നമ്മൾ 50 റുപ്യ കൊടുക്കണം. അങ്ങനെ 50,000 ഷെയറിന് 25 ലക്ഷം കൊടുക്കാൻ ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് 25 lakh. നമ്മൾ എന്ത് ചെയ്യും? ഫർദർ ഇത് സെറ്റിൽ ചെയ്യും. സെറ്റിൽ ചെയ്യുമ്പോൾ ലൈബിലിറ്റി ക്ലോസ് ചെയ്യുക, ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുക. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ 25 lakh. ഇവിടെ ക്രിയേറ്റ് ചെയ്ത ലൈബിലിറ്റി ക്ലോസ് ചെയ്തു. ആൻഡ് ബാങ്കിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആവാണ്, ബാങ്ക് ബാലൻസ് കുറയണം, 25 lakh ക്രെഡിറ്റ് ചെയ്യാം. ഇനി CRRക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇത് ശ്രദ്ധിക്കുക, നമ്മൾ എത്ര ഷെയറാണ് ബൈബാക്ക് നടത്തുന്നത്? 50,000 ഷെയർ. ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപ. 5 lakhന്റെ ഷെയർ നമ്മൾ ബൈബാക്ക് നടത്തുന്നത്. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ, പ്രിഫറൻസ് ഷെയർ എത്ര ഇഷ്യൂ ചെയ്തത്? ഇത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ എത്രയേ ഉള്ളൂ? 2 lakh ഉള്ളൂ. അപ്പൊ നമുക്ക് 5 ലക്ഷം രൂപയുടെ ഷെയറാണ് ബൈബാക്ക് നടത്തുന്നത്. അതിന് 2 lakhന്റെ ഷെയർ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? പ്രിഫറൻസ് ഷെയറുടെ ഇഷ്യൂ ഒന്ന് കിട്ടി. അപ്പൊ ബാലൻസ് 3 lakh നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫ്രീ റിസർവ് എന്നാണ് എടുക്കുന്നത്. ആ എമൗണ്ട് CRRക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ CRRക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കരുത്, ഫ്രീ റിസർവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ റവന്യൂ റിസർവ് അല്ലെങ്കിൽ P&L അക്കൗണ്ട് ഉപയോഗിക്കാം. റവന്യൂ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 3 lakh ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 3 lakh. ഇനി ഈ പ്രീമിയം ഓൺ ബൈബാക്ക് ലോസ് ഉണ്ടല്ലോ 20 ലക്ഷം, അത് ഏതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം? ഫ്രീ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യാം,
സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം ബാലൻസ് എത്രയുണ്ട്? 22 ലക്ഷം ഉണ്ട്. അത് തന്നെ സഫീഷ്യൻ്റ് ആണ്. നമ്മുടെ ലോസ് എത്രയാണ്? 20 ലക്ഷം. സോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം പേബിൾ അവിടെ ഡെബിറ്റ് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്യാൻ, ഇവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യാം. സെക്യൂരിറ്റീസ് പ്രീമിയം ടു പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക്. ഇൻ കേസ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഇപ്പോൾ 15 ലക്ഷം ഉള്ളൂ പറഞ്ഞാൽ ബാക്കി 5 ലക്ഷം ജനറൽ റിസർവ് എന്നോ പി എൻ എൽ അക്കൗണ്ട് എന്നോ എടുക്കും. ഈ ബാലൻസ് ഷീറ്റിലേക്കുള്ള ഇമ്പാക്ട് ഷെയർ ക്യാപിറ്റൽ കുറയും. സെക്യൂരിറ്റീസ് പ്രീമിയത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, CRR അഡ്ജസ്റ്റ്മെന്റ്, ജനറൽ റിസർവ് അഡ്ജസ്റ്റ്മെന്റ്, പി എൻ എൽ അക്കൗണ്ടിലെ അഡ്ജസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ്, ബാങ്ക് ബാലൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റ് ബൈബാക്ക് ബാലൻസ് ഷീറ്റ് ഓഫ് ഡീലിമിറ്റഡ് ആസ് അറ്റ് 1st April ആഫ്റ്റർ ബൈബാക്ക് ഓഫ് ഷെയർസ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ പണ്ട് 27 ലക്ഷമായിരുന്നു, 22 ആയി. 5 ലക്ഷത്തിന്റെ ഷെയർ ബൈബാക്ക് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 69 ആയി. നമ്മൾ അതിന്റെ ബ്രേക്കപ്പ് നോക്കാം. ട്രേഡ് പേബിൾ ഒരു ചേഞ്ചും ഇല്ല. PPE നോ ചേഞ്ച് അല്ലേ? ഇൻവെന്ററി നോ ചേഞ്ച്, ട്രേഡ് റിസീവബിൾ നോ ചേഞ്ച്. ഇവിടെ ചേഞ്ച് ഉണ്ട്. നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ ഐറ്റം ഉണ്ടായിരുന്നു, പ്രീ ബൈബാക്ക്. അത് മൊത്തം വിറ്റു, അപ്പോൾ ആ ഐറ്റം ഇല്ല. നമുക്ക് നോട്ട്സ് നോക്കാം. ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? ആദ്യം 2.5 ലക്ഷം ഇക്വിറ്റി ഷെയർ ആയിരുന്നു. ഇതിന്റെ പ്രസന്റേഷൻ നോക്കുക. നമ്മൾ ഇതേ ഫോർമാറ്റ് ഫോളോ ചെയ്യണം. 2,50,000 ഇക്വിറ്റി ഷെയർ ഇൻറ്റു 10 ഈച്ച് പറയുമ്പോൾ 25 ലക്ഷം ഉണ്ടായിരുന്നു. അതിൽ 50,000 ഷെയർ നമ്മൾ ബൈബാക്ക് നടത്തി. അപ്പോൾ ഇപ്പോൾ എത്ര ഷെയറേ ഉള്ളൂ? 2 lakh ഷെയർസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇത് 2,50,000 അല്ല, 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച്, 20 ലക്ഷം. പ്രിഫറൻസ് ഷെയർ അത് പഴയ പോലെ തന്നെ ബൈബാക്കിന് വേണ്ടി ഇഷ്യൂ ചെയ്തു, ഇപ്പോഴും കണ്ടിന്യൂ ഉണ്ട്. 2,000 10% പ്രിഫറൻസ് ഷെയർ ഓഫ് 100 ഈച്ച്, 2 lakh, അങ്ങനെ 22 lakh. ഇനി റിസർവ്സ്, ഇവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ക്യാപിറ്റൽ റിസർവിൽ ഒരു ചേഞ്ചും ഇല്ല, പഴയ 10 ലക്ഷം. ഇനി നമ്മുടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് 3 ലക്ഷം, ഇതെവിടെ? റവന്യൂ റിസർവിന് ട്രാൻസ്ഫർ ആയതാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം ഇനീഷ്യലി 22 ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ 20 ലക്ഷം നമ്മൾ എന്തിനു ഉപയോഗിച്ചു? പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. അത് ഇങ്ങനെ തന്നെ കുറച്ച് കാണിക്കണം. വെറുതെ നെറ്റ് ഡയറക്റ്റ് 2 lakh എന്ന് കാണിച്ചാൽ പറ്റില്ല, ഇങ്ങനെ കുറച്ച് കാണിക്കണം. ലെസ് യൂട്ടിലൈസ് ടുവേർഡ്സ് പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ്. റവന്യൂ റിസർവ് പ്രീ ബൈബാക്ക് 30 lakh ഉണ്ടായിരുന്നു, അതിൽ 3 lakh പിടിച്ച് CRRക്ക് ട്രാൻസ്ഫർ ചെയ്തു. ലെസ് ട്രാൻസ്ഫർ ടു CRR 3 lakh, നെറ്റ് ബാലൻസ് 27 lakh. P&L അക്കൗണ്ട് പ്രയർ ബാലൻസ് 35 ലക്ഷം. ഇൻവെസ്റ്റ്മെന്റ് വിറ്റു, 8 ലക്ഷം ലോസ് ആണ്. ആ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് കുറയ്ക്കുക, 27 lakh. ഈ നെറ്റ് ബാലൻസ് ആണ് നമ്മുടെ ഫേസ് ഓഫ് ദി ബാലൻസ് ഷീറ്റിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടായിരുന്നു പ്രീ ബൈബാക്കിൽ. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ എന്തായി? നില്ലായി, കാരണം അത് ഫുള്ള് നമ്മൾ വിറ്റു. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈബാക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ജേണൽ എൻട്രീസും ബാലൻസ് ഷീറ്റ് പ്രസന്റേഷനും. നമുക്ക് അടുത്ത വീഡിയോയിൽ 3 കണ്ടീഷൻസ് ഉണ്ട് ബൈബാക്കുമായി. റിസോഴ്സ് ടെസ്റ്റ്, ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്, അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ബേസിസിൽ പ്രോബ്ലം ചെയ്യുക. ജേണൽ എൻട്രി ഒക്കെ സെയിം തന്നെ. അത് നമ്പർ ഓഫ് ഷെയർസ് ബൈബാക്ക്, എത്ര ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ റിലേറ്റഡ് ആയ കണ്ടീഷൻസ് ആണ്. താങ്ക് യു.